ഹൈസ്കൂൾ പരീക്ഷകൾ ഇനി മാറി മറിയാൻ പോകുന്നു. ചോദ്യങ്ങൾ കട്ടിയായിരിക്കും. ടഫ് സിറ്റുവേഷൻ. ഹൈസ്കൂൾ പരീക്ഷ ജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധമാക്കിയതിന് പിന്നാലെ ചോദ്യപേപ്പറും കടുപ്പിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. വാരിക്കോരി മാർക്കിട്ട് വിദ്യാർത്ഥികളെ ജയിപ്പിക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. സിമ്പിൾ, കുറച്ച് ടഫ്, ഹൈ സ്റ്റാൻഡേർഡ് ലെവലിൽ ചോദ്യങ്ങളെ ഡിവൈഡ് ചെയ്യും. ഹൈസ്കൂൾ പരീക്ഷ പരിഷ്കരിക്കാനുള്ള SSC ERT റിപ്പോർട്ട് ഉടൻ മന്ത്രി വി ശിവൻകുട്ടിക്ക് കൈമാറും. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതും ഇനി മുതൽ അധ്യാപക പരിശീലനത്തിൽ ഉൾപ്പെടുത്തും. എഴുത്തു പരീക്ഷയിൽ 30% മിനിമം മാർക്ക് ഈ വർഷം 8ാം ക്ലാസ്സിൽ നടപ്പാക്കും. അടുത്ത വർഷം 9ലും തുടർന്ന് 10ലും നിർബന്ധമാക്കും. നിരന്തര മൂല്യനിർണ്ണയത്തിൽ 20 മാർക്ക് കിട്ടിയാലും എഴുത്തു പരീക്ഷയിൽ 30% നേടിയാലേ ജയിക്കാനാവൂ. പഠിച്ച വിഷയത്തിൽ അവഗാഹമുള്ളവർക്ക് മാത്രം, അതായത് അറിയാവുന്നവർക്ക് മാത്രം എഴുതാവുന്ന വിധത്തിൽ 20% ചോദ്യം ഉന്നത നിലവാരത്തിലുള്ളതായിരിക്കും. സാമാന്യ ജ്ഞാനമുള്ളവർക്ക്, അതായത് കുറച്ചറിയാവുന്നവർക്ക് എഴുതാവുന്ന രീതിയിൽ 30% വളരെ സിമ്പിളായിരിക്കും. ബാക്കിയുള്ളവ ഇടത്തരവും, അതായത് ഒരു മിഡിൽ ക്ലാസ്. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞാൽ മാതൃകാ ചോദ്യപേപ്പർ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. തുടർന്ന് ഇത്തവണ 8ാം ക്ലാസ്സിൽ പുതിയ ചോദ്യാവലി പരീക്ഷിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 2, 4, 6, 8, 10 ക്ലാസ്സുകളിൽ പുതിയ പാഠപുസ്തകങ്ങൾ അടുത്ത വർഷമേ എത്തൂ എന്നതിനാൽ അപ്പോൾ മുതൽക്കേ പരീക്ഷാ പരിഷ്കാരം പൂർണ്ണമായും നടപ്പാക്കൂ. ചോദ്യ ബാങ്കും വരുന്നുണ്ട് കേട്ടോ. കണ്ടിന്യൂസ് എക്സാമിനേഷൻ പാറ്റേൺസും മാറാൻ പോവുകയാണ്. കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ഓരോ വിഷയത്തിലും ചോദ്യ ബാങ്ക് തയ്യാറാക്കുന്നുണ്ട്. എല്ലാ അധ്യാപകരിൽ നിന്നും മാതൃകാ ചോദ്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് മുൻകൂർ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇതിനു പുറമെ നിരന്തര മൂല്യനിർണ്ണയത്തിൽ മാർക്കിടാൻ പ്രത്യേക മാർഗരേഖയും ഉണ്ടാക്കുന്നുണ്ട്. പ്രൊജക്റ്റ്, സെമിനാർ, അവതരണം, ആശയവിനിമയം, ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്നിങ്ങനെ ഓരോന്നിനും പ്രത്യേകം മാർക്ക് നൽകും. ഇതിൻ്റെയൊക്കെ നിരീക്ഷണത്തിന് ജില്ലാ സമിതിയും എത്തുന്നതായിരിക്കും. പാഠ്യപദ്ധതി പരിഷ്കാരം പൂർണ്ണമാവുന്നതോടെ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പരീക്ഷ സമഗ്രമായി അഴിച്ചു പണിയുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി എക്സാം ഡേയ്സ്.